അടുത്തത് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് മാനവ വിഭവശേഷി വികസനവും ആരോഗ്യ പരിപാലനവുമാണ്. ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു ചോദ്യം, എന്താണ് ആരോഗ്യം എന്ന് പറയുന്നത്? അതിന് WHO അഥവാ ലോകാരോഗ്യ സംഘടന നൽകുന്ന ഒരു നിർവചനമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ശാരീരികമായും മാനസികമായും സാമൂഹികവുമായും ആയ സുസ്ഥിതിയാണ് ആരോഗ്യം എന്ന് പറയുന്നത്. ശാരീരിക അവസ്ഥയോടുകൂടെ മാനസിക സാമൂഹിക അവസ്ഥകൾ കൂടി ഇതിൽ പരിഗണിക്കേണ്ടതുണ്ട്. അങ്ങനെ എല്ലാവരുടെയും ആരോഗ്യ പരിപാലനം ഉറപ്പുവരുത്താൻ ഗവൺമെൻറ് തയ്യാറാവണം. അത് ഗവൺമെൻറ്റിൻ്റെ ഒരു കടമയാണ്. എങ്കിൽ മാത്രമേ രാജ്യത്ത് സാമ്പത്തിക വികസനം ഉണ്ടാകുകയുള്ളൂ. രാജ്യത്ത് ആരോഗ്യമില്ലാത്ത ജനത വളർന്നു കഴിഞ്ഞാൽ അത് രാജ്യത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ തകർക്കാനുള്ള കാരണമായി മാറും. ആരോഗ്യമുള്ള വ്യക്തികൾ എങ്ങനെയാണ് രാജ്യപുരോഗതിയിൽ പങ്കാളികളാകുന്നത്? പ്രധാനമായും തൊഴിൽ ദിനങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നത് കൊണ്ടും കാര്യക്ഷമത വർദ്ധിക്കുന്നത് കൊണ്ടും ഉൽപ്പാദനം കൂടും. മാത്രമല്ല പ്രകൃതി വിഭവങ്ങൾ ശരിയായി വിനിയോഗിക്കാനാകും. ചികിത്സാ ചെലവുകൾ കുറക്കാനും അതുവഴി സർക്കാരിൻ്റെ സാമ്പത്തിക ചെലവ് കുറക്കാനുമാകും. ഉൽപ്പാദന വർധനവിലൂടെ സാമ്പത്തിക വികസനം സാധ്യമാകും. ഇനി ആരോഗ്യ പരിപാലനത്തിനായി ഒരുക്കേണ്ട സൗകര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, പോഷകാഹാര ലഭ്യത. നല്ല ഭക്ഷണം, പോഷക ആഹാരമായിരിക്കണം ലഭിക്കേണ്ടത്. ശുദ്ധജല ലഭ്യത, രോഗപ്രതിരോധ സംവിധാനങ്ങൾ, ശുചിത്വ പരിപാലനം, ചികിത്സാ സൗകര്യങ്ങൾ, വിശ്രമവും വിനോദവും ഉറപ്പുവരുത്തുക, ആരോഗ്യപരമായ പരിസ്ഥിതി. ഇങ്ങനെ ആരോഗ്യപരമായിട്ടുള്ള അല്ലെങ്കിൽ ആരോഗ്യ പരിപാലനത്തിന് വേണ്ടി ഇന്ന് മെഡിക്കൽ കോളേജുകളുണ്ട്, ജില്ലാ ആശുപത്രികൾ, സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങൾ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, ആരോഗ്യ ഉപകേന്ദ്രങ്ങൾ, അങ്ങനെ ധാരാളം സ്ഥാപനങ്ങൾ ഇന്ന് ഇന്ത്യയിൽ നിലവിലുണ്ട്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എയിംസ് ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സാ രംഗത്ത് ഏറ്റവും ആധുനികമായിട്ടുള്ള സൗകര്യം നൽകുന്ന ഒരു സ്ഥാപനമാണ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എയിംസ്. ഇന്ന് സഹകരണ മേഖലയിലും സ്വകാര്യ മേഖലയിലും ധാരാളം ആശുപത്രികൾ പ്രവർത്തിക്കുന്നുണ്ട്. മാത്രമല്ല ആധുനിക ചികിത്സാ സൗകര്യം ലഭ്യമാകുന്ന ധാരാളം മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ആയുർവേദം, യോഗ, നാച്ചുറോപ്പതി, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി, ഇങ്ങനെ പലതരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ചികിത്സാ രീതികളും ഇന്ന് ഇന്ത്യയിൽ നിലവിലുണ്ട്. എന്നാൽ ഗുണമേന്മയുള്ള ആരോഗ്യ സേവനങ്ങൾ എല്ലാവർക്കും ലഭ്യമാകുന്നതിന് വേണ്ടി ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷനും നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ NRHM, അതുപോലെ ദേശീയ നഗരാരോഗ്യ മിഷൻ, നാഷണൽ അർബൻ ഹെൽത്ത് മിഷൻ NUHM ഇവയൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ ഗ്രാമീണ മേഖലയിലും ദേശീയ നഗരാരോഗ്യ മിഷൻ നാഗരിക മേഖലയിലും നഗരങ്ങളിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. 50,000-ലധികം ജനസംഖ്യയുള്ള പട്ടണങ്ങളിലെ ചേരി നിവാസികൾക്കും മറ്റും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും മെച്ചപ്പെട്ട ആരോഗ്യ സേവനങ്ങൾ ദേശീയ നഗരാരോഗ്യ മിഷൻ വഴി ലഭ്യമാകുന്നുണ്ട്. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലൂടെ ഇന്ത്യയിലെ ആയുർദൈർഘ്യം മെച്ചപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. സ്ത്രീകൾ ഇന്ന് 67.7 പുരുഷന്മാർ 64.6 ആകെ 66.1 ഇന്ത്യയിലെ ആയുർദൈർഘ്യം എന്ന് പറയുന്നത്.